ഹലോ ഇന്ന് ഇപ്പൊ ഈ നടക്കുന്ന തെരഞ്ഞെടുപ്പ് നമ്മൾ മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുള്ളതല്ല, ദേശീയ രാഷ്ട്രീയമാണ് ഇവിടെ നടക്കുന്നത്. ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ത്യ ആര് ഭരിക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ ചർച്ച. അപ്പോൾ നമ്മുടെ ഈ ഇടതുപക്ഷമായാലും ദേശീയ പാർട്ടി എന്നുള്ള അവരുടെ സ്ഥാനം പോകാൻ നിൽക്കുകയാണ്. കുറച്ച് 5 കൊല്ലം കഴിഞ്ഞാൽ അതുണ്ട് ദേശീയ. അപ്പൊ കോൺഗ്രസ് ആണ് ഇവിടെ അധികാരത്തിൽ വരാൻ പോകുന്നത്. കോൺഗ്രസ് കോൺഗ്രസ് അധികാരത്തിൽ വരും. അല്ല വരത്തില്ലേ? പറയുന്നത് അതായത് ഇവിടെ ബ്രിട്ടീഷുകാർ ചവച്ചു ചുപ്പി മുട്ടുസൂചി പോലും ഉണ്ടാക്കാൻ കഴിയാത്ത ഈ ഇന്ത്യ രാജ്യത്തെ ഇത്ര ശക്തിയായി കൊണ്ടുവന്ന നമ്മുടെ കോൺഗ്രസ് പാർട്ടി, ഈ കോൺഗ്രസ് മാത്രമേ ഇന്ത്യ രക്ഷിക്കാൻ കഴിയൂ. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ. അതില് 78% അതിന്റെ തുകയും അത് പരസ്യത്തിന് വേണ്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 2021 പാർലമെന്ററി കമ്മിറ്റിയുടെ റിപ്പോർട്ടുണ്ട്. 497 കോടി, അതാണ് എന്റെ കണക്ക് എനിക്ക് തോന്നുന്നു. അത്രയും കോടി പരസ്യത്തിന് വേണ്ടി മാത്രം ചെലവഴിച്ചിട്ട് എന്ത് സ്ത്രീ സുരക്ഷയാണ് ഇവർ ഇവിടെ പറയുന്നത്? സാർ, ഞാൻ ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ മെമ്പറാണ്, BJPയുടെ മെമ്പറാണ്. എന്തുകൊണ്ട് സുരേഷ് ഗോപി ജയിക്കണം? സുരേഷ് ഗോപി ജയിക്കണം എന്ന് പറഞ്ഞതിൽ ഒരു കാര്യം, ഒരു MP-ക്ക് ഒരു പഞ്ചായത്ത് ദത്തെടുക്കാമെന്നുള്ള ഒരു സ്കീമുണ്ട്. നമ്മുടെ ചേർപ്പ് ഗ്രാമപഞ്ചായത്തിനെ ദത്തെടുത്തിരിക്കുന്ന കഴിഞ്ഞ MP, ഇപ്പോഴും MP ആയിട്ടിരിക്കുന്ന പ്രതാപൻ MP അവർകളായിരുന്നു. പക്ഷെ അവണിശ്ശേരി പഞ്ചായത്താണ് സുരേഷ് ഗോപി ദത്തെടുത്തത്. പ്ലീസ് സുരേഷ് ഗോപി ദത്തെടുത്തത് എന്റെ അറിവിൽ, എന്റെ ഇന്ന് വരെയുള്ള അറിവിൽ പ്രതാപൻ MP ഇവിടെ നടത്തിയതിനേക്കാളും ഒരുപാട് എണ്ണി പറയാവുന്ന അത്രയും വികസനം അവണിശ്ശേരി പഞ്ചായത്തിൽ പഞ്ചായത്തിന് മാതൃകയാണ്. അവണിശ്ശേരി പഞ്ചായത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവണിശ്ശേരിയിലെ 1.5 കോടി രൂപ, അവണിശ്ശേരിയിലെ 1.5 കോടി രൂപ, 1.5 കോടി രൂപ, അവണിശ്ശേരിയിലെ 1.5 കോടി രൂപ വസ്ത്രം ഇവിടെ തേക്കുംകാട് മൈതാനിയിലെ ശ്രീമാൻ നരേന്ദ്രമോദി വന്നിട്ട് ഈ സ്ത്രീകളുടെ മുന്നിൽ വെച്ചിട്ട് ഒരുപാട് ഗ്യാരണ്ടികൾ പറഞ്ഞു. എന്നാ ഈ 10 വർഷക്കാലമായി എന്ത് ഗ്യാരണ്ടിയാണ് നടപ്പിലാക്കിയത്? 2 കോടി തൊഴിൽ വാഗ്ദാനം ചെറുപ്പക്കാർക്ക് നൽകിയ ഈ 10 വർഷത്തിൽ 20 കോടി തൊഴിൽ വാഗ്ദാനം പാലിച്ചോ നിങ്ങൾ? ഇല്ല. പെട്രോളിന്റെയും ഡീസലിന്റെയും വില ഡൽഹിയിലെ മഞ്ഞത്ത് വരുന്ന കർഷകരോട് പറഞ്ഞ വാക്ക് നിങ്ങൾ പാലിച്ചു. വീണ്ടും ഡൽഹിയിലെ തെരുവീതികളിൽ പെട്രോൾ വലിയുള്ള സംസ്ഥാനമാണ് കേരളം. ഇവിടുത്തെ മുഖ്യമന്ത്രി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചപ്പോ കേരളത്തിലെ 19 കോൺഗ്രസ് എംപിമാർ എവിടെയായിരുന്നു? ഈ കേരളത്തിലെ എന്റെ ചോദ്യം BJPയുടെയും CPM-ന്റെയും സംയുക്ത മുന്നണിയോടാണ്. ഇവിടെ കട്ടപ്പനയില് ആദ്യത്തെ ചോദ്യം CPM പ്രതിനിധിയോടാണ്. ഇവിടെ കട്ടപ്പനയിലെ സുനിൽകുമാറിന്റെ ST ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യുന്നത്, അതായത് കരുവന്നൂരിലെ നമ്മുടെ 300 കോടി കട്ട, അതിലെ മുഖ്യപ്രതിയായി ED ചോദ്യം ചെയ്ത സുനിൽകുമാറിന്റെ ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യുന്നത് BJP നേതാവായിട്ടുള്ള അരവിന്ദ് മേനോനും ഇവിടുത്തെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സുനിൽകുമാറുമാണ്. ഈ സുനിൽകുമാറിന് ഇതുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് വ്യക്തമാക്കണം. രണ്ടാമത്, പ്രതിപക്ഷ നേതാക്കളെ എല്ലാം കൃത്യമായി ജയിലിലടയ്ക്കുന്ന BJPക്കാർക്ക് എന്തുകൊണ്ടാണ് പിണറായി വിജയനെയും CP-കാരനെയും പേടി? എന്തിനാണ് നിങ്ങൾ ഭരിക്കുന്നത്? കൊടകര കൊൽപ്പണ കേസിൽ പെടരുതെന്ന് വിചാരിച്ചിട്ടാണ്? അതായത് ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പർ ചോദിച്ച ചോദ്യം, ആ ചോദ്യത്തിന്റെ അർത്ഥം എന്താണെന്ന് അറിയില്ല. ദത്തെടുക്കാൻ ഈ രാജ്യത്ത് ഒരു MP-ക്കും സ്പെഷ്യൽ ഫണ്ടില്ല. സാഗി എന്നൊരു പ്രോജക്റ്റ് ആണ്, സൻസദ് ആദർശ് ഗ്രാം യോജന എന്നൊരു പ്രോജക്റ്റ്. ആ പ്രോജക്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യാണ്. ഇന്റഗ്രേറ്റ് ചെയ്ത് ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് പണം തന്നാൽ എടുക്കാം, അല്ലെങ്കിൽ MP ഫണ്ട് ഒരു കൊല്ലം 5 കോടി വെച്ച് കൊടുക്കുന്ന 5 കൊല്ലത്തെ 5 കോടി കൊടുക്കുന്നതാണ്.
ഈ മെമ്പർ ഇദ്ദേഹം മെമ്പറായിട്ടുള്ള ചേർപ്പ് പഞ്ചായത്തിൽ അംഗൻവാടിക്ക് വേണ്ടി 2 അംഗൻവാടിക്ക് വേണ്ടി 45 ലക്ഷം രൂപ, അതിലൊരു അംഗൻവാടി കഴിഞ്ഞില്ല. ഇനി PMGSY എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെന്റ് വലിയ റോഡിന്റെ പദ്ധതി, റോഡിന്റെ പേര് പറഞ്ഞുതരാം, ചൊവ്വൂർ കപ്പേള പാറക്കോവിൽ ഗ്രാമീണ പറഞ്ഞല്ലോ സുനിൽകുമാറിന്റെ പൊതുജീവിതത്തെ നിങ്ങൾ ഈ ഉദയസൂര്യനെ പാഴ്മുറം വെച്ച് തടുക്കാൻ നോക്കിയിട്ട് കാര്യമില്ല. VS സുനിൽകുമാർ എന്താണ് എന്ന് തൃശൂർ ജില്ലയിലെ മലയാളി സമൂഹത്തിന്, കേരളത്തിലെ മലയാളികൾക്ക് നല്ലതുപോലെ അറിയാം. ഒരു കള്ളക്കച്ചവടക്കാരനുമായും VS സുനിൽകുമാറിന് ഒരു കൂട്ടുകെട്ടുമില്ല. ഹരി, ഈ നിൽക്കുന്ന ഹരിയിലല്ലോ 2001 ഏപ്രിൽ മാസം 4-ാം തീയതി കുഴൽപ്പണം കവർന്ന കേസിൽ പോലീസ് ചോദ്യം ചെയ്ത ആളാണ് ഈ നിൽക്കുന്ന BJPയുടെ പ്രതിനിധി ഹരി. ഈ നിൽക്കുന്ന ഹരിയെ പോലീസ് ചോദ്യം ചെയ്തതല്ലേ? എവിടേക്ക് പണം വന്ന്, എവിടെ നീ പണം വന്ന്, ആർക്ക് വേണ്ടിട്ട് പണം കൊണ്ടുവന്ന്? BJP കൊണ്ടുവന്ന കുഴൽ പണം കവർച്ച ചെയ്യപ്പെട്ടപ്പോ ചോദ്യം ചെയ്ത ആളായി ഹരി നിൽക്കുന്നത്.